സമയം രാത്രി 10 മണി. പുറത്ത് കനത്ത മഴ പെയ്യുന്നു. സൈബർ നെക്സ്റ്റ് എന്ന IT കമ്പനിയുടെ 10ാം നിലയിലെ വിശാലമായ ക്യാബിനിൽ CEO രവിശങ്കർ തനിച്ചായിരുന്നു. മുന്നിലെ ടീപ്പോയിൽ പൊട്ടിച്ച ഒരു കൊറിയർ കവറും അതിനകത്തുനിന്ന് ലഭിച്ച കറുത്ത പെൻഡ്രൈവും ഇരിക്കുന്നു. കവറിന് പുറത്ത് ടു റവി ഫോർ ഓൾ ടൈംസ് സേക്ക് എന്ന് മാത്രം എഴുതിയിരിക്കുന്നു. അയച്ച ആളുടെ പേരില്ല. രവിശങ്കർ സംശയത്തോടെ ആ പെൻഡ്രൈവ് തന്റെ ലാപ്ടോപ്പിലേക്ക് കുത്തി. സ്ക്രീനിൽ ഒരു വിൻഡോ ഓപ്പണായി. പെട്ടെന്ന് രവിക്ക് എന്തോ അസ്വസ്ഥത അനുഭവപ്പെടാൻ തുടങ്ങി. ചെവി പൊട്ടുന്ന വേദന. രവിശങ്കർ അസ്വസ്ഥനായി നെഞ്ചിൽ കൈവച്ചു. അസഹനീയമായ വേദന. ശ്വാസം കിട്ടാതെ അയാൾ പിടഞ്ഞു. ലാപ്ടോപ്പ് ഓഫ് ചെയ്യാൻ അയാൾ കൈനീട്ടിയെങ്കിലും സാധിച്ചില്ല. നിമിഷങ്ങൾക്കുള്ളിൽ കസേരയിലേക്ക് അയാൾ കുഴഞ്ഞു വീണു. അയാളുടെ അവസാന ശ്വാസം നിലച്ചപ്പോൾ ലാപ്ടോപ്പ് സ്ക്രീനിൽ പച്ച നിറത്തിൽ ഒരു മെസ്സേജ് തെളിഞ്ഞു. എവ്രിതിങ് ഈസ് ക്ലിയർ. പിറ്റേന്ന് രാവിലെ പോലീസ് സ്ഥലം സീൽ ചെയ്തിരിക്കുന്നു. DCP സാറ ജോസഫ് മൃതദേഹത്തിന് അരികിൽ നിൽക്കുന്നു. കൂടെ അസിസ്റ്റന്റ് SI അർജുനും. മാഡം, പ്രൈമറി റിപ്പോർട്ട് പ്രകാരം ഇതൊരു മാസീവ് ഹാർട്ട് അറ്റാക്കാണ്. രവിശങ്കർ നേരത്തെ ഹൃദ്രോഗിയായിരുന്നു. മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു, അർജുൻ പറഞ്ഞു. സാറ മറുപടി പറഞ്ഞില്ല. അവർ നേരെ പോയത് രവിശങ്കറിന്റെ മൃതദേഹത്തിന് മുന്നിലുള്ള മേശയിലേക്കാണ്. ലാപ്ടോപ്പ് ഇപ്പോഴും ഓൺ ചെയ്ത നിലയിലാണ്. അതിൽ ബ്ലിങ്ക് ചെയ്യുന്ന പച്ച അക്ഷരങ്ങളിലേക്കും സാറ ഉറ്റുനോക്കി. എവ്രിതിങ് ഈസ് ക്ലിയർ. സാറ ലാപ്ടോപ്പിലെ ട്രാക്ക് പാഡിൽ വിരലോടിച്ചു. ഇതൊരു സിസ്റ്റം നോട്ടിഫിക്കേഷൻ അല്ല അർജുൻ. ആരോ ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരിശോധന നടത്തിയ സാറ നിശ്ചലയാകുന്നു. ഈ ലാപ്ടോപ്പിലെ ഹാർഡ് ഡിസ്ക് മുഴുവൻ ആരോ വൈപ്പ് ചെയ്തിരിക്കുന്നു. ഒരു ഫയൽ പോലുമില്ല. സാറ ലാപ്ടോപ്പിൽ കുത്തിയിരിക്കുന്ന കറുത്ത പെൻഡ്രൈവിലേക്ക് വിരൽ ചൂണ്ടി. ഈ പെൻഡ്രൈവ് കുത്തിയ നിമിഷമാണ് ഡാറ്റ പോയിരിക്കുന്നത്. എന്തോ സംശയിച്ചുകൊണ്ട് സാറ തന്റെ ടോർച്ചെടുത്ത് രവിശങ്കറിന്റെ മൃതദേഹത്തിന് അടുത്തേക്ക് നടന്നു. സാറ രവിശങ്കറിന്റെ കണ്ണുകൾ പരിശോധിച്ചു. പിന്നെ ടോർച്ച് വെളിച്ചം ചെവിക്കുള്ളിലേക്ക് അടിച്ചു. പെട്ടെന്ന് സാറയുടെ കൈയൊന്ന് നിശ്ചലമായി. അർജുൻ, ഇവിടെ നോക്ക്. സാറയുടെ ശബ്ദത്തിൽ ഒരു ഞെട്ടലുണ്ടായിരുന്നു.